നമസ്കാരം. ഇന്നിതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുകയാണ്. ഞാൻ അസദ സഹീർ. ആദ്യത്തെ റിപ്പോർട്ടിലേക്ക് നോക്കാം. വിശദമായി മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള UDFന്റെ നീക്കങ്ങൾ ഇനി എന്താ? പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്ന മണിക്കൂറുകളാണ്. നയിക്കാൻ വീട്. Shri V.D. Satishan be appointed as the leader of the CLP. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അതൃപ്തി തുടരുന്ന മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ നേരിട്ടെത്തി കണ്ട് നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകുന്നതിൽ രമേശ് ചെന്നിത്തല മനസ്സ് തുറന്നിട്ടില്ല. ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മാത്രം മന്ത്രിസഭയുടെ ഭാഗമാകൂ എന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ഒപ്പം രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്ന് മേഘ്ന മുരളി എന്നിവരാണ്. ആദ്യം മേഘ്നയിലേക്ക് പോകാം. മേഘ്ന, നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നടക്കുന്നത്. V.D. സതീശൻ എത്തുമെന്ന് അറിയിച്ചതിന് പിന്നാലെ രമേശ് ചെന്നിത്തല പുറത്തേക്ക് പോയിരുന്നു. അത് കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യമില്ല എന്നതിന്റെ സൂചനകളായി വ്യാഖ്യാനിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം മടങ്ങിയെത്തുന്നു. V.D. സതീശൻ അല്പസമയം മുൻപ് അവിടെ എത്തി. ഇപ്പോൾ അവരുടെ സ്വകാര്യ സംഭാഷണം അടക്കം തുടരുന്നു എന്നുള്ളതാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അസിത, രമേശ് ചെന്നിത്തലയും നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശനുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അതിൽ അതിനിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. കാരണം അതിൽ എന്ത് ഡിമാൻഡാണ് രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവ് V.D. സതീശന് മുന്നിൽ നിയുക്ത മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വച്ചത് എന്നുള്ളത് തന്നെയാണ് നിർണായകം. അതിൽ ആഭ്യന്തരം കിട്ടിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല, ക്യാബിനറ്റിലേക്കില്ല എന്നുള്ള വലിയ കാര്യമാണ്, അല്ലെങ്കിൽ അത്ര നിർണായകമായിട്ടുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയേറെ അതൃപ്തിയിലാണ് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് അങ്ങനെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സുപ്രധാന വകുപ്പ് ലഭിക്കുന്നില്ലെങ്കിൽ താൻ ക്യാബിനറ്റിലേക്ക് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അത് തന്നെയാണ് V.D. സതീശന് മുന്നിലേക്കും വച്ച ആവശ്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൂടിക്കാഴ്ച കഴിഞ്ഞു. അത് ശേഷം V.D. സതീശനും രമേശ് ചെന്നിത്തലയും പുറത്തേക്ക് വരും. അതിൽ എന്തു പറയുന്നു ഇരുവരും എന്നുള്ളതും നിർണായകമാണ്. കാരണം അതിൽ നേരത്തെ തന്നെ V.D. സതീശൻ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ടീം UDF ആകുമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ ടീം UDF ആകണമെങ്കിൽ മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കേണ്ടത്, ആ മഞ്ഞുരുക്കേണ്ടത് അത്രയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ക്യാബിനറ്റിലേക്ക് ഇല്ല എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല പറയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം അത് V.D. സതീശനും മനസ്സിലാക്കിയിട്ടുണ്ട്, V.D. സതീശനും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയും അതിൽ ഡിമാൻഡും അതുപോലെ എന്ത് ഫോർമുലയാണ് കോൺഗ്രസ് നേതൃത്വവും V.D. സതീശനും മുന്നോട്ട് വയ്ക്കുക എന്നടക്കമുള്ള കാര്യങ്ങളും ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശനും രമേശ് ചെന്നിത്തലയും പുറത്തേക്ക് വരികയാണ്. ഇരു നേതാക്കളും ഒരുമിച്ചൊരു പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ആകാംക്ഷ ഈ മണിക്കൂറിലുള്ളത്. പിണങ്ങി നിന്നിരുന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക കൂടിയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട് തത്സമയം. ആഭ്യന്തര വകുപ്പ് അടക്കം സുപ്രധാനമായ ചില ആവശ്യങ്ങൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ മന്ത്രിസഭയിലേക്ക് ഉള്ളൂ എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം അറിയിക്കുന്നത് എന്നുള്ളതാണ് മുൻപ് പുറത്തു വന്ന വിവരം. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നിയുക്ത MLA-മാരെ നമുക്ക് കാണാം. അബിൻ വർക്കി, VT ബൽറാം, ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ളവരുമുണ്ട്. ഒപ്പം തന്നെ ജോസഫ് വാഴക്കനുണ്ട്. ജോസഫ് വാഴക്കനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കാൻ പോകുന്ന ആവശ്യം എന്നുള്ളതാണ് മുൻപ് വന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിലടക്കം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ നേതാക്കൾ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും രമേശ് ചെന്നിത്തല ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാവിലെ നടത്തിയ പ്രതികരണത്തിൽ ഞാൻ അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച, ഞാൻ എപ്പോഴും വരുന്ന വീടല്ലേ ഇത്, കൊച്ചിലെ തൊട്ട് ചെറുപ്പത്തിലോട്ട് എൻ്റെ ലീഡറാണ് അദ്ദേഹം എല്ലാ കാലത്തും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വാഹനത്തിലാണ് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത്. എത്രയോ വർഷമായിട്ട് ഈ വീട് ഉണ്ടാക്കിയ കാലം മുതൽ ഈ വീട്ടിൽ വരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ കാണണ്ടേ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ല. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ഒരാളാണ്, എൻ്റെ നേതാവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും
എനിക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം അത് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. അല്ല, അതൊക്കെ ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹവുമായിട്ട് തന്നെ കൂടിയാലോചിച്ച് ആ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കും. മഞ്ഞൊരുക്കിയിട്ടുണ്ടോ? വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഗുരുവായൂരിൽ 1-ാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂരിൽ പോയി ഞാൻ തൊഴുതിട്ട് പത്രക്കാരെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിന്നുള്ള കേരളത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിനാണ് പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പാർട്ടി പ്രവർത്തകരും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിറവേറ്റും എന്നാണ് എനിക്ക് പറയാൻ. അതല്ല പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. ഒരു ഉപാധിയില്ല. ഞങ്ങൾ തമ്മിൽ എന്ത് ഉപാധി? I met Sri Ramesh Chandra ji for getting his blessings. He was my leader. When I was a student, he was my leader. Always he was my leader. Now also he is my leader. No doubt. This is a meeting. He blessed me for taking this post. Always his blessings will be and support will be with me. I'm sure this is a meeting of two brothers, nothing more. That will be decided by the party, and they will the party leaders will discuss with him. Then we will take a decision after getting his opinion. Then only party will decide. അത് വൈകുന്നേരം ആകുമ്പോൾ പറയാം. ഓക്കെ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇരു നേതാക്കളും. പക്ഷേ രമേശ് ചെന്നിത്തല പ്രസന്നവദനായല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തെ അങ്ങനെയല്ല കാണുന്നത്. സാധാരണ നിലയിൽ മാധ്യമങ്ങളോട് സൗഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്ന നേതാവാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ ആകെ മാറിയിട്ടുണ്ട്. എന്താണ് അതിൽ ഇവർ തമ്മിൽ സംസാരിച്ചത്, മറ്റു കാര്യങ്ങളിൽ എന്താണ് തീരുമാനം എന്നുള്ളതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. ഏത് വകുപ്പ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഏത് വകുപ്പും ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യത്തിനും രമേശ് ചെന്നിത്തല കൃത്യമായ മറുപടി പറയുന്നില്ല. വി ഡി സതീശനും മുൻപ് പല നേതാക്കളുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം പ്രതികരിച്ച മട്ടിലല്ല പ്രതികരിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. എന്തായാലും സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച മാത്രമായിരുന്നു നടന്നത് എന്നുള്ളതാണ് ഇരു നേതാക്കളും വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, മന്ത്രിസഭയിലേക്ക് വരണമെങ്കിൽ ആഭ്യന്തരം ലഭിക്കണം എന്നതുൾപ്പെടെയുള്ള കടുത്തുപാധികൾ മുന്നോട്ട് വയ്ക്കാനായി രമേശ് ചെന്നിത്തല ഒരുങ്ങുന്നുണ്ട് എന്നുള്ള സൂചനകൾ വന്നിരുന്നു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ അതൃപ്തി, ഇക്കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് വി ഡി സതീശന്റെ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തി. സൗഹാർദ്ദപരമായ സന്ദർശനം, വളരെ മുൻപേയുള്ള പരിചയം എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇരു നേതാക്കളുടെയും ശരീരഭാഷയിൽ, പ്രത്യേകിച്ച് ചെന്നിത്തലയുടെ ശരീരഭാഷയിൽ അതൃപ്തി, അസംതൃപ്തി ഇതൊക്കെ പ്രകടവുമാണ്. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാകുമെന്നുള്ളത് ഏറെ പ്രധാനമാണല്ലേ? അസിത, സൗഹൃദപരമായ കൂടിക്കാഴ്ചയാണ് എന്ന വി ഡി സതീശന്റെ പ്രസ്താവനയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളില്ല. കാരണം രമേശ് ചെന്നിത്തലയുടെ അനുയായിയായാണ് വി ഡി സതീശന്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഐ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങി തിരുത്തൽവാദം ആരംഭിച്ച ഘട്ടത്തിൽ ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയ്ക്കും എം.എ. ഷാനവാസിനൊപ്പം നിലയുറപ്പിച്ച നേതാവായിരുന്നു വി ഡി സതീശൻ. മാത്രമല്ല, ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ച ജോസഫ് വാഴക്കൻ ഒരർത്ഥത്തിൽ വി ഡി സതീശന്റെ രാഷ്ട്രീയ നേതൃത്വമായിരുന്നു. ജോസഫ് വാഴക്കൻ മുൻകൈയെടുത്താണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച വി ഡി സതീശനെ NSUവിൻ്റെ ദേശീയ ഭാരവാഹിയാക്കാനൊക്കെ മുൻകൈയെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിപരമായ വൈയക്തികമായ ഒരു ബന്ധം അവർക്കിടയിലുണ്ട്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിന്ന് തഴയപ്പെട്ടതോടെ രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് താൻ സീനിയറായി തന്നെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണമെന്ന ശക്തമായ വികാരമുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കടുത്തൊരു നിലപാടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് സതീശൻ
വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടത്. രാവിലെ ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത വിശ്വസ്ത അനുയായികളായ ജോസഫ് വാഴക്കനും അൻവർ സാദത്തും മറ്റാളുകളും എല്ലാവരും ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ രാവിലെ തന്നെ കണ്ട് ഈ ചർച്ചയ്ക്ക് കളമൊരുക്കിയിരുന്നു. ഈ ചർച്ച രമേശ് ചെന്നിത്തലയെ എങ്ങനെ അനുനയിപ്പിക്കാം എന്നതാണ്. ആ ദൗത്യം ഒരുപക്ഷെ ഹൈക്കമാൻഡ് പ്രതിനിധിയായി ഇന്ന് വൈകുന്നേരം കേരളത്തിലെത്തുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആയിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത്. 4:30 തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്ന KC വേണുഗോപാൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായി രമേശ് ചെന്നിത്തല അടക്കം കണ്ടേക്കും. അപ്പോൾ ചെന്നിത്തലയുടെ നിലപാടെന്താണെന്ന കാര്യം ചോദിച്ചറിയും. അതിനുശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന, അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയുന്ന നീക്കങ്ങളിലേക്ക് പോകും. ആഭ്യന്തരമടക്കമുള്ള വകുപ്പുകൾ നൽകിയാൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വന്നേക്കും. എന്നാൽ ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ താല്പര്യപ്പെടുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും. ആഭ്യന്തരം അല്ലെങ്കിൽ പിന്നെ മറ്റേത് വകുപ്പ് എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീജിത്ത്, അതായിരിക്കും ഏറ്റവും പ്രധാനം എന്നുള്ളത് തോന്നുന്നു. 102 സീറ്റിന്റെ തിളക്കമാർന്ന വിജയമാണ്. പക്ഷേ ഒരു പരിഭവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിയോജിപ്പിന്റെ പേരിൽ രമേശ് ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവ് മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിന്നാൽ അത് സ്വാഭാവികമായും അടുത്ത 5 വർഷവും UDF-ന് വലിയ കളങ്കമായി മാറുമെന്നതിൽ സംശയമില്ല. എന്നാൽ മറ്റേതെങ്കിലും വകുപ്പ് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നതിനെക്കുറിച്ചും അറിയില്ല. എന്തായാലും ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലടക്കം അസംതൃപ്തി ഉണ്ട്. അത് പ്രകടവുമാണല്ലോ ശ്രീജിത്ത്. അപ്പോൾ ഏത് നിലയിലുള്ള ഇക്വേഷനാണ് ഇനി രൂപപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെയാണ് തനിക്കൊപ്പമുള്ള നേതാക്കൾക്ക് പ്രധാനപ്പെട്ട പദവി ജോസഫ് വാഴക്കിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ള ആവശ്യം കൂടി രമേശ് ചെന്നിത്തല ക്യാമ്പ് മുന്നോട്ട് വെക്കാനായി പോകുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നത്. രാവിലെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ കണ്ടപ്പോൾ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസഫ് വാഴക്കനെ പരിഗണിക്കണം അടക്കമുള്ള ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരുന്നു. അതായത് MP-മാരായോ MLA-മാരായോ സ്ഥാനം വഹിക്കുന്ന ആരെയും KPCC ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കരുത് എന്നൊരു കർശന നിലപാടിലേക്ക് കൂടി രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വരികയാണ്. അതും രാവിലെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ കണ്ടപ്പോൾ ജോസഫ് വാഴക്കനും അൻവർ സാദത്തും അടക്കമുള്ള നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു. അതായത് നിലവിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി K. സുധാകരൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് MP-മാരോ അല്ലെങ്കിൽ MLA-മാരോ ആയ ആളുകളാണ് ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും മറ്റ് ഭാരവാഹിത്വത്തിലേക്കും വരുന്നത്. ഇത് ഒരു തരത്തിലും അനുവദിച്ചുകൂടാ. ഒരാൾക്കൊരു പദവി എന്ന നയം കോൺഗ്രസിലുണ്ടായിരുന്നു. അത് അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നിയമനവും ഇനി അനുവദിക്കില്ല. അതായത് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ, ഈ രണ്ടുപേരെയും അവിടേക്ക് പരിഗണിക്കരുത്. പകരം ജോസഫ് വാഴക്കിനെ KPCC അധ്യക്ഷനാക്കണമെന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗത്തിൻ്റെ ആവശ്യം. മാത്രമല്ല മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തലയെ കൂടാതെ അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല തുടങ്ങിയ നേതാക്കളെ കൂടി പരിഗണിക്കണം. അതായത് മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരാണ് കോൺഗ്രസിന് മന്ത്രിസഭയിൽ ഉണ്ടാവുക. അതിൽ 11 മന്ത്രിസ്ഥാനത്തിൽ കുറഞ്ഞത് 3 പേരുടെയെങ്കിലും ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തിൻ്റെ അനുകൂലികൾക്കും നൽകണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചേക്കും. അങ്ങനെ വരുമ്പോൾ ചെന്നിത്തല ഗ്രൂപ്പിലെ സീനിയർ MLA ആയ അൻവർ സാദത്ത്, ഒപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാലയോ TJ വിനോദോ ഒക്കെ മന്ത്രിസഭയിലെത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് അല്പം മുമ്പ് കഴിഞ്ഞിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കണ്ടിരിക്കുന്നു. മുതിർന്ന നേതാക്കളെയൊക്കെയും കണ്ടിരുന്നു വി ഡി സതീശൻ. പക്ഷേ രമേശ് ചെന്നിത്തല ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് അസംതൃപ്തി, അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ച് വിട്ടുനിൽക്കുന്നതിനിടയിൽ കൂടിയാണ് വി ഡി സതീശന്റെ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന നിലയിലുള്ള പ്രതികരണം നടത്തുന്നു. ഏത് വകുപ്പായാലും ഏറ്റെടുക്കാൻ തയ്യാറാകുമോ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തല കൃത്യമായി മറുപടിയും പറഞ്ഞില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ചില ഉപാധികൾ നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ തീരുമാനം എന്താകും എന്നുള്ളത് ഏറെ നിർണായകം കൂടിയാകും. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു ചില പ്രതികരണങ്ങളിലേക്കാണ്. UDF മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ PJ ജോസഫും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനും രംഗത്തെത്തി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ചയിൽ PJ ജോസഫ് ഈ ആവശ്യം ഉന്നയിച്ചു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് PJ കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രമേശ് ചെന്നിത്തല മന്ത്രിസ്ഥാനത്ത് ഉണ്ടായിരിക്കണം, നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് രമേശ് ചെന്നിത്തലയോട് സംസാരിക്കുകയും ചെയ്തു രാവിലെ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വീട്ടിലെത്തിക്കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ സർക്കാരിന്റെ നല്ല മാതൃകകൾ തുടരുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. രാഷ്ട്രീയ ഗുരുനാഥനായ G. കാർത്തികേയന്റെ വീട്ടിലെത്തിയ സതീശൻ വികാരാധീനനായി. കന്റോൺമെന്റ് ഹൌസിൽ തുടരുകയായിരുന്ന നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണാൻ രാവിലെ മുതൽ ഉദ്യോഗസ്ഥരുടെയും നേതാക്കളുടെയും അണികളുടെയും ഒഴുക്ക്. ചീഫ് സെക്രട്ടറി A. ജയതിലകും പോലീസ് ഉന്നതരും വി ഡി സതീശനുമായി ചർച്ച നടത്തി. 10:30 പുറത്തേക്കിറങ്ങിയ വി ഡി സതീശൻ മാധ്യമങ്ങളോട് ചില രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരണം നടത്തി. പിന്നീട് നേരെ പോയത് കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫിനെ കാണാൻ. നിയുക്ത MLA അപ്പു ജോൺ ജോസഫ് ഉൾപ്പെടെയുള്ളവർ നിയുക്ത മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു.
നേരെ ഒന്നുമില്ല, നമ്മുടെ അടുത്ത സന്ദർശനം രാഷ്ട്രീയ ഗുരുനാഥനായ ജി കാർത്തികേയന്റെ വീട്ടിൽ. ആദ്യമായി MLA ആക്കിയ നേതാവിന്റെ വീട്ടിൽ കണ്ണുനിറഞ്ഞ് നിയുക്ത മുഖ്യമന്ത്രി. ജി കാർത്തികേയന്റെ ഭാര്യ സുലേഖ, മകനും തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറുമായ KS ശബരിനാഥൻ, ഭാര്യയും IAS ഉദ്യോഗസ്ഥയുമായ ദിവ്യ S. അയ്യർ എന്നിവർക്കൊപ്പം അല്പസമയം നടൻ ജഗദീഷും VD സതീശനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. എൻ്റെ കുടുംബമാണിത്. ഞാൻ പറയാറുണ്ട് ശബരിയോട്, ഞാനാണ് ഇവിടുത്തെ മൂത്ത ആൾ, നീ കണ്ണന് ഇളയ ആളുകളാണെന്ന് പറയാറുണ്ട്. ടീച്ചർ അതുപോലെ തന്നെ ഒരു വാത്സല്യം എന്നോട് എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ സതീശൻ മുഖ്യമന്ത്രിയായിരിക്കാം ഇപ്പോഴ്, അല്ലേ? പലർക്കും പലതായിരിക്കാം. പക്ഷേ സതീശൻ എനിക്കും കാർത്തിക് സാറിനും ഞങ്ങളുടെ മൂത്ത മകനാണ്. UDF കൺവീനർ അടൂർ പ്രകാശുമായിട്ടായിരുന്നു അടുത്ത കൂടിക്കാഴ്ച. പിന്നീടായിരുന്നു രാഷ്ട്രീയ കേരളം കാത്തിരുന്ന ആ സൗഹൃദ സന്ദർശനം. അതിഥിയായെത്തിയ നിയുക്ത മുഖ്യമന്ത്രിയെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടിനു പുറത്തേക്കിറങ്ങി വന്ന് കൈപിടിച്ച് ആനയിച്ചു. അകത്ത് ഒരു കപ്പ് ചായക്കൊപ്പം സൗഹൃദം പങ്കിട്ടു നിയുക്ത മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. റോളുകൾ മാറിയ ഇരുവരും നിയമസഭയിലെത്താൻ കാത്തുനിൽക്കുകയാണ് കേരളം. കഴിഞ്ഞ സർക്കാരിന്റെ നല്ല മാതൃകകൾ തുടരുമെന്ന് VD സതീശൻ. ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയ കേരളം ഉണ്ടാവും. പിണറായി വിജയനും കുടുംബത്തിനുമൊപ്പം സൗഹൃദം പങ്കിട്ട VD സതീശൻ പ്രതിപക്ഷ നേതാവിനെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചാണ് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് 24. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രി പദവിയും സ്പീക്കർ പദവിയും കോൺഗ്രസിന് ലഭിക്കും. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉറപ്പാണ്. മുൻപ് വഹിച്ചിരുന്ന വകുപ്പുകൾ തന്നെ ലീഗിന് ലഭിക്കും. ചെറിയ പാർട്ടികൾക്കെല്ലാം ടേം നിബന്ധനയില്ലാതെ മന്ത്രിസ്ഥാനം നൽകിയേക്കും. 10 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിൽ വരുന്ന UDF മന്ത്രിസഭയ്ക്ക് ഫ്രഷ്നസ് അഥവാ പുതുമ വേണമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ കാഴ്ചപ്പാട്. പഴകിയ മുഖങ്ങൾ മാറി യുവമന്ത്രിമാർ വേണമെന്ന് സാരം. മന്ത്രിസഭാ രൂപീകരണം കൂട്ടായി ചർച്ച ചെയ്ത് നിശ്ചയിക്കുന്നതാണെങ്കിലും കോൺഗ്രസിന്റെ 11 മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട് സ്വാധീനിക്കുമെന്ന് തീർച്ചയാണ്. മന്ത്രിസഭയിൽ ചേരാൻ തയ്യാറാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രധാന വകുപ്പുമായി മന്ത്രി ബർത്ത് ഉറപ്പാക്കാം. K. മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിശ്വനാഥ്, AP അനിൽകുമാർ, M. ലിജു, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എന്നിവർക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ സാമുദായിക പ്രാദേശിക ഘടകങ്ങൾ വരുമ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. T. സിദ്ദിഖ്, VT ബൽറാം, M. വിൻസെന്റ്, VP സജീന്ദ്രൻ, TJ വിനോദ്, അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല, ചാണ്ടി ഉമ്മൻ എന്നിവരും പരിഗണനയിലുണ്ട്. രമേശ് ചെന്നിത്തല ഗ്രൂപ്പിന്റെ കോട്ടയിൽ ചാമക്കാലയോ അൻവർ സാദത്തോ മന്ത്രിസഭയിലെത്തിയേക്കും. മന്ത്രിസഭയിലെ നായർ പ്രാതിനിധ്യം കൂടിയാൽ തിരുവഞ്ചൂരോ PC വിശ്വനാഥോ സ്പീക്കറായേക്കും. ലീഗിന് 5 മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് ഉറപ്പാണ്. 2011 കൈകാര്യം ചെയ്ത അതേ വകുപ്പിൽ തന്നെ വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ചർച്ചയില്ലെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഒഴിയാൻ ലീഗ് സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ചില സമുദായ നേതാക്കളിൽ നിന്നുള്ള വിമർശനത്തോടെ വകുപ്പ് വിടുന്ന നിലപാടിലാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് പദവിയും നൽകും. RSP, CMP, കേരള കോൺഗ്രസ് ജേക്കബ് എന്നീ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. ഭരണമില്ലാത്ത കാലത്ത് ഒപ്പം നിന്ന പാർട്ടികളായതിനാൽ ടേം നിബന്ധന വേണ്ടെന്നാണ് ധാരണ. 24 തിരുവനന്തപുരം. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 10-ന് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കും. തിങ്കളാഴ്ച രാവിലെ 10-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കി മാറ്റാൻ UDF. തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ സത്യപ്രതിജ്ഞയ്ക്കെത്തുമെന്നാണ് വിവരം. ഔദ്യോഗികമായി ഇവരെ ക്ഷണിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവരും സത്യപ്രതിജ്ഞയ്ക്കെത്തും. സത്യപ്രതിജ്ഞാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. 12,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. പന്തലിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളും ആലോചനയിലുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന അതേസമയം പ്രാദേശിക മേഖലകളിലടക്കം ആഘോഷ പരിപാടികൾ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.
24 തിരുവനന്തപുരം. ആരൊക്കെ മന്ത്രിമാരാകും എന്നതിൽ മുസ്ലിം ലീഗിൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. തിങ്കളാഴ്ച തന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ചുമതലയേൽക്കുമെന്ന് ദേശീയ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു 5 പേർ മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിമാരായേക്കും. മുഖ്യമന്ത്രി കാര്യത്തിലുണ്ടായ വൈകൽ പ്രവർത്തകരെ വല്ലാതെ നിരാശരാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യം ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഉണ്ടാകരുതെന്ന നിർബന്ധ ബുദ്ധിയും നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ വേഗത്തിലാക്കിയതും. വിവാദങ്ങളോ പരാതികളോ ഇല്ലാതെ മന്ത്രിസ്ഥാന ചർച്ചകൾ പൂർത്തിയാക്കുമെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് കൂടുന്നുണ്ട്. അവിടെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. അതിലൊന്നും ഒരു അലോസരമൊന്നും ഉണ്ടാവില്ല. ഒക്കെ നല്ല അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ തീരും. സുപ്രധാന വകുപ്പിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി, തുടർന്ന് കെ.എം. ഷാജി, പി.കെ. ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ, എൻ. ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള, കല്ലട്ര മൈൻ ഹാജി, എ.കെ. മഷ്റഫ് എന്നിവരിൽ 5 പേർക്ക് ഇത്തവണ അവസരം ലഭിക്കും. പരിഗണിക്കപ്പെടുന്നവരിൽ പലരുമായും ഇതിനോടകം നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആരും നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കേണ്ടതില്ലെന്ന് നിർദ്ദേശവും നൽകി. സ്റ്റാഫ് നിയമനത്തിലടക്കം മതിയായ കൂടിയാലോചന ഉറപ്പാക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. 24 മലപ്പുറം. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ മുസ്ലിം ലീഗിനെതിരെ ഉണ്ടായ കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ച് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലീഗിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് വിദ്വേഷ അന്തരീക്ഷം ഉണ്ടാക്കാനെന്നും ഇത് അനുവദിക്കില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്നലെ ബി.ജെ.പിയും NSSും മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്നെന്ന വിമർശനമായിരുന്നു NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടേത്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ലീഗെന്ന് ബി.ജെ.പി നേതാക്കളും. ഈ വിമർശനങ്ങൾക്കാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മറുപടി. അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു വിദ്വേഷ ക്യാമ്പയിൻ കേരളത്തിൽ ഉണ്ടാക്കി ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിന്, മതേതര നിലപാടിന് ഒരു കോംപ്രമൈസും ഇല്ല. മുസ്ലിം ലീഗിനെതിരെ വർഗീയ ധ്രുവീകരണ അജണ്ടയോടെ നടന്ന പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് ജനവിധിയെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയും നിയുക്ത എംഎൽഎയുമായ പി.കെ. ഫിറോസ്. അല്ല, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണല്ലോ. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗിനെ ചാരി എന്തെല്ലാം ധ്രുവീകരണ പ്രവർത്തനങ്ങളാണ് നടത്താൻ വേണ്ടി ചില വർഗീയ ശക്തികൾ ശ്രമിച്ചത്. അത്തരം ശ്രമങ്ങളെയൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കേരള ജനത 102 സീറ്റ് നൽകി UDFന് ജയിപ്പിച്ചത്. ഇതിനിടെ ബി.ജെ.പി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. പോസ്റ്റിന് പിന്നിൽ വർഗീയ സ്പർദ്ധയും ചേരിതിരിവുമാണ് ലക്ഷ്യമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് 24. പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റു വാഹനങ്ങൾ വേണ്ടെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശം. യാത്ര പോകുമ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുതെന്നും റോഡ് ബ്ലോക്ക് ചെയ്യരുതെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. എസ്കോർട്ടും വേണ്ടെന്ന നിലപാടിലായിരുന്നു വി.ഡി. സതീശൻ ഉണ്ടായിരുന്നതെങ്കിലും പോലീസ് അത് അംഗീകരിച്ചില്ല. ബിഗ് ബ്രേക്ക്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കിയെന്ന് CPIM സംസ്ഥാന സമിതിയിൽ വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ P. ജയരാജൻ കുറ്റപ്പെടുത്തി. അതേസമയം കണ്ണൂരിലെ തിരിച്ചടിയെ ജില്ലാ സെക്രട്ടറി K. രാഗേഷ് ന്യായീകരിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഷാശൈലി തിരുത്തണമെന്നും വിമർശനമുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ കാരണമായെന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുയർന്നത്. വെള്ളാപ്പള്ളിയെ പിണറായി കാറിൽ കയറ്റിയതിൽ തെറ്റില്ല. എന്നാൽ വെള്ളാപ്പള്ളി ഓരോ തവണയും പിണറായിയെ പുകഴ്ത്തുമ്പോഴും നഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയണമായിരുന്നുവെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതും ശരിയായില്ല. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച നടപടി ഇടതു വോട്ടർമാരിലും സംശയങ്ങൾ ഉയർത്തിയെന്നും വിമർശനമുയർന്നു. പയ്യന്നൂരിൽ ആരോപണ വിധേയനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം പാളിയെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ P. ജയരാജൻ വിമർശിച്ചു. ഗുരുതരമായ ആരോപണം നേരിടുന്നയാളെ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് 3 കൊല്ലമായി നീറുന്ന പ്രശ്നമാണ്. ശരിയായ പരിഹാരം കണ്ടെത്താതെ പോയതാണ് തിരിച്ചടിക്ക് കാരണമെന്നും P. ജയരാജൻ പറഞ്ഞു. തളിപ്പറമ്പിൽ P.K. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെയും P. ജയരാജൻ വിമർശിച്ചു. എന്നാൽ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ന്യായീകരിച്ച K. രാഗേഷ് തളിപ്പറമ്പ് എല്ലാ കാലത്തും ജയിക്കുന്ന മണ്ഡലമല്ലെന്നും വിശദീകരിച്ചു. കണ്ണൂരിൽ പാർട്ടിക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സമിതിയിൽ പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ശൈലിക്കെതിരെയും കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. ഗോവിന്ദന്റെ ഭാഷാശൈലി തിരുത്തണമെന്ന് വിമർശകർ ആവശ്യപ്പെട്ടു. ഗൗരവമായ തിരിച്ചടിയാണ് നേരിട്ടതിനാൽ ഗൗരവമായ തിരുത്തലും വേണം. തിരിച്ചടി മറികടക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന പ്ലീനം വിളിക്കണം. പാർട്ടിയുടെ ഉയർന്ന ഘടകങ്ങൾ മുതൽ കീഴ്ഘടകങ്ങളിൽ വരെ അഴിച്ചുപണി വേണമെന്നും അംഗങ്ങൾ വിമർശനമുന്നയിച്ചു. 24 തിരുവനന്തപുരം. പെട്രോൾ ഡീസൽ വില കൂട്ടിയതിന് പിന്നാലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുമോ എന്ന ആശങ്കയിലാണ് ജനം. വാണിജ്യ LPG സിലിണ്ടർ വില കൂട്ടിയതിന് പിന്നാലെ എത്തിയ ഇന്ധനവില വർധനവ് ജീവിത ചെലവ് കൂട്ടുമെന്നാണ് ആശങ്ക.
രാവിലെ 4 മണിക്ക് 1 ലിറ്റർ പെട്രോളിന് വില 105.51 രൂപ. 7 മണിയോടെ വില 108ലേക്ക്. പെട്രോൾ അടിക്കാനെത്തിയവർ തലയിൽ കൈവച്ചു. രാവിലെ പോയപ്പോൾ 95-41 ഉണ്ടായുള്ളൂ. ഇപ്പോൾ വന്നപ്പോൾ 3 രൂപ കൂടിയേക്കണം, 3.20 പൈസയോട് കൂടിയേക്കണം. ഇതെന്താ ഇങ്ങനെ അയക്കാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്ന് അടിച്ചാണ്, നമ്മളെ തൈക്കോടുന്ന് അടിച്ചാണ്. അവിടെ നിന്ന് അടിച്ചപ്പോൾ 95 സംതിങ് ഉള്ളൂ. 6 മാർക്കറ്റിൽ പോയപ്പോൾ ഇതെന്ത് ഇങ്ങനെ അയക്കാൻ അങ്ങ് എങ്ങനെ ജീവിക്കും? വിലവർധനവ് 3 രൂപയിൽ നിൽക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. വരും ദിവസങ്ങളിൽ അത് 5 രൂപയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇനിയും കൂടുള്ളൂ, ഇനി കുറയൂല. ഇനിയും കൂടുള്ളൂ, കുറയണ പരിപാടി ഉണ്ടാവില്ല എന്തായാലും. അല്ല, അത് എല്ലാവർക്കും അറിയാലോ കൂടുന്നു. ഇലക്ഷൻ കഴിയുമ്പോൾ കൂടുന്നു എല്ലാവർക്കും അറിയാം. പച്ചക്കറിക്കും അരിക്കും ഇതര സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന കേരളം കടുത്ത വിലക്കയറ്റത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇന്ന് 21 രൂപ സവാള വിൽക്കണമെന്നുണ്ടെങ്കിൽ നാളെ അത് ചിലപ്പോൾ 21.5 ആവാം. മനസ്സിലായി, 30 പൈസ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ വില കൂടില്ല, മെറ്റീരിയൽ എല്ലാം ഭയങ്കരമായിട്ട് വില കൂടി. പ്ലാസ്റ്റിക് സാധനങ്ങൾ മൊത്തം ഭയങ്കരമായിട്ട് വില കൂടി. ഒന്നാമത് വരുമാനം കുറവും ചെലവ് കൂടുന്ന ഒരു സമയമാണ്. ഈ 2 മാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്ന് പോലും ജനങ്ങൾക്ക് അറിയാത്തൊരു സമയത്താണ് ഇങ്ങനെ വില വരുന്നത്. 50 രൂപ വാടകയാണ്, 70 രൂപ ആണെങ്കിൽ 15 ചാക്കിന് 2 രൂപ കയറും. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം നീണ്ടുപോയാൽ പ്രതിസന്ധി കടുക്കും. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം കേരളത്തെ എങ്ങനെ ബാധിക്കും എന്ന ചോദ്യമായിരുന്നു ഉയർന്നു വന്നത്. എന്നാൽ ഇനി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് ബാധിച്ചു തുടങ്ങി. കേരളത്തിന്റെ കുടുംബ ബജറ്റ് താളം തെറ്റി തുടങ്ങി. കൊച്ചിയിൽ നിന്നാവും വിഷ്ണു സുരേഷ്, 24. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് ഇന്ധനവില വർധനയിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഇന്ധന നികുതിയോ സെസ്സോ കുറയ്ക്കാൻ ആലോചന. വില വർധനവിന്റെ ആഘാതം പഠിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനവകുപ്പിന് നിർദ്ദേശം നൽകി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇന്ധനവില കൂട്ടിയപ്പോൾ നികുതി കുറച്ച് ആശ്വാസം നൽകിയിരുന്നു. പാചകവാതകത്തിന് പിന്നാലെ പെട്രോളിനും ഡീസലിനും കൂടി വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ ആശ്വാസ നടപടിക്ക് ഒരുങ്ങുന്നത്. പെട്രോൾ ഡീസൽ വില 3 രൂപ വർദ്ധിപ്പിക്കുന്നത് പൊതുവിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകും. ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യത്തിൽ ഇന്ധന നികുതിയോ സെസ്സോ കുറച്ച് ആശ്വാസം നൽകുന്നതാണ് പരിഗണനയിലുള്ളത്. ഇന്ധനവിലയ്ക്കൊപ്പം സോഷ്യൽ സെക്യൂരിറ്റി സെസ്സായി 2 രൂപയാണ് ഇപ്പോൾ പിരിച്ചെടുക്കുന്നത്. ഇന്ധന വിലക്കയറ്റത്തിന്റെ പ്രത്യാഘാതം വിലയിരുത്താൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് നിയുക്ത മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ, അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ധന നികുതി ഇളവും സെസ് കുറയ്ക്കലും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചേക്കും. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റ കാലത്തും ഇന്ധന വർധനവിന്റെ ആഘാതം കുറയ്ക്കാൻ നികുതി ഇളവ് നൽകിയിരുന്നു. നികുതി സമ്പ്രദായം GSTയിലേക്ക് മാറിയെങ്കിലും ഇന്ധന നികുതി ഇപ്പോഴും പഴയ വിൽപ്പന നികുതി ഘടനയിലാണ് പിരിച്ചെടുക്കുന്നത്. 24 തിരുവനന്തപുരം. നീറ്റ് UG പുനഃപരീക്ഷ അടുത്ത മാസം 21-ന്. പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സമ്മതിച്ചു. പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കേന്ദ്രീകരിച്ചും CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ അടുത്ത മാസം 21-ന് വീണ്ടും നടത്താനാണ് തീരുമാനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി കൂടിയാലോചിച്ച ശേഷമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീയതി പ്രഖ്യാപിച്ചത്. പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ ലഭ്യമാകും. പരീക്ഷയ്ക്ക് നേരത്തെ നൽകിയ ഫീസ് NTA പരീക്ഷാർത്ഥികൾക്ക് മടക്കി നൽകും. പുനഃപരീക്ഷയ്ക്ക് 15 മിനിറ്റ് അധികമായി അനുവദിച്ചിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ മാഫിയ ശൃംഖലയെ CBI ഉടൻ പിടികൂടുമെന്നും അടുത്ത വർഷം മുതൽ നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. CBI आपने देखा होगा, आप लोग ही छपाते हो. CBI ने तुरंत कार्रवाई किया है. CBI इसको तह तक जाएगी. मैं और एक विषय जो मेन विषय में कहना था, अगले साल से परीक्षा, इसकी जो मूल जड़ है OMR, अगले साल से नीट की परीक्षा कंप्यूटर बेस्ड टेस्ट से होगी. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NDA കേന്ദ്രീകരിച്ചും CBI അന്വേഷണം നടത്തുന്നുണ്ട്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന പാനലിലെ വിദഗ്ധർ, പ്രൊഫസർമാർ എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ CBI തേടി. ചോദ്യപേപ്പർ ചോർച്ചയിൽ 14 ഇടങ്ങളിൽ CBI പരിശോധനയും നടത്തി. കേസിൽ ഇതുവരെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 24 ഡൽഹി. സംസ്ഥാനത്ത് വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. എറണാകുളം മണിയിടിൽ ഇന്നലെയുണ്ടായ ചുഴലിക്കാറ്റിൽ 90ഓളം വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഉച്ചവരെ തെളിഞ്ഞ അന്തരീക്ഷം, ഉച്ചയ്ക്ക് ശേഷം കനത്ത കാറ്റും മഴയും. ഇതാണ് സംസ്ഥാനത്തെ നിലവിലെ കാലാവസ്ഥ. എറണാകുളം മണിയിടിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം.
88 വീടുകൾക്ക് സാരമായ കേടുപറ്റിയെന്ന് പ്രാഥമിക കണക്ക്. മരം വീണ 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. വലിയ മരങ്ങൾ കടപുഴകി വീണു. കൃഷിനാശമുണ്ടായി. വൈദ്യുതി ബന്ധം താറുമാറായി. നായരമ്പലത്ത് 4 വീടുകളുടെയും 2 ക്ഷേത്രങ്ങളുടെയും മേൽക്കൂരകൾ തകർന്നു. വീടിന്റെ ഓട് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മത്സ്യത്തൊഴിലാളികളുടെ വഞ്ചികൾക്കും കേടുപാടുണ്ടായി. മേൽക്കൂര തകർന്ന വീടുകളിലെ ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ ക്യാമ്പുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ, എല്ലാ പഞ്ചായത്ത് എല്ലാവരെയും നമ്മൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ജലനിരപ്പ് ഉയർന്നതോടെ ജാഗ്രതാ നിർദ്ദേശവും നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 കൊച്ചി. കനത്ത മഴയിലും ഇടിമിന്നലിലും ഉത്തർപ്രദേശിൽ വൻ നാശനഷ്ടം. 3 ദിവസത്തിനിടെ ഉത്തർപ്രദേശിൽ 117 പേരാണ് മരിച്ചത്. അതിശക്തമായ കാറ്റിൽ മേൽക്കൂരയ്ക്കൊപ്പം 50 അടി ഉയരത്തിൽ പറന്നു പൊങ്ങിയ ഗ്രാമീണൻ പരിക്കേറ്റ് ചികിത്സയിലാണ്. കാലം തെറ്റിയുണ്ടായ കനത്ത കാറ്റും പേമാരിയും ഉത്തർപ്രദേശിൽ വ്യാപക നാശം വിതച്ചു. ബറേലി ജില്ലയിലെ ബമിയാനയിൽ ഈ റിക്ഷ ഡ്രൈവറായ നാനി അൻസാരി മേൽക്കൂരയോടൊപ്പം 50 അടി ഉയരത്തിലേക്ക് പറന്നു പൊങ്ങിയ ഭയാനകമായ ദൃശ്യങ്ങളും ഉത്തർപ്രദേശിൽ നിന്നും പുറത്തുവന്നു. നാനി ഒരു വിവാഹ ഹാളിൽ നിൽക്കുമ്പോഴാണ് കനത്ത കാറ്റടിച്ചത്. മേൽക്കൂരയ്ക്കൊപ്പം പറന്നു പൊങ്ങിയ ഇയാൾ സമീപത്തുണ്ടായിരുന്ന വയലിലാണ് വീണത്. ബാരബങ്കി, ബഹ്റൈച്ച്, കാൺപൂർ ദെഹാത്ത് അടക്കം 19 ജില്ലകളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. 130 കന്നുകാലികൾ ചത്തു. 98 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ദുരിതമേഖലകൾ സന്ദർശിക്കാനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. 24 ഡൽഹി. അടുപ്പ് കത്തിക്കേണ്ട, ഗ്യാസും വേണ്ട. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഇപ്പോൾ മരുഭൂമിയിലെ മണൽ തന്നെയാണ് അടുപ്പ്. താപനില 50 ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുമ്പോഴാണ് നാട്ടുകാർ മണലിൽ മുട്ട പുഴുങ്ങിയും പപ്പടം പൊരിച്ചുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അതിജീവനത്തിന്റെ വേറിട്ട കാഴ്ചയാണ് ജയ്സാൽമീറിൽ. കൊടും ചൂടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കടുത്ത ജീവിത യാഥാർത്ഥ്യമാണിത്. കൊടും ചൂടിൽ കർഷകരും ആടുമേയ്ക്കുന്നവരും ചുട്ടുപൊള്ളുകയാണ്. തീയില്ലാതെ തന്നെ വെന്തുരുകുന്നുവെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് ജനങ്ങൾ അടുപ്പും ഗ്യാസ് സ്റ്റൗവും ഒഴിവാക്കി ഇങ്ങനെയൊരു പരീക്ഷണം നടത്തിയത്. മണലിൽ മുട്ട പുഴുങ്ങി പപ്പടവും ചുട്ടു. ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായി. ഉടനൊന്നും കൊടും ചൂടിനാശ്വാസമായി മഴ എത്തില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മഴ പെയ്യുന്നതുവരെ മരുഭൂമിയിലെ ഈ മണലെടുപ്പ് കത്തിക്കൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് 24. കണ്ണൂർ വളക്കയിൽ സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. ശ്രീകണ്ഠാപുരത്ത് നിന്ന് തളിപ്പറമ്പിലേക്ക് വരികയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. യാത്രക്കാർ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, ഒരു വലിയ അപകടമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. എന്തായാലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ശ്രീകണ്ഠാപുരത്ത് നിന്നും തളിപ്പറമ്പിലേക്ക് വരികയായിരുന്ന തേരക്കാട് എന്ന ബസ്സിനാണ്, സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത്. ഇത് വളക്കൈ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് പുക വരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വാഹനം നിർത്തി. പെട്ടെന്ന് തന്നെ തീ ആളിപ്പടർന്നെങ്കിലും യാത്രക്കാരെല്ലാവരും പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ തന്നെ ശ്രീകണ്ഠാപുരത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ബസ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും RTO അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ മറ്റെന്തെങ്കിലും കാരണം ഇതിന് പിന്നിലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിലാണ്, അവിടുത്തെ വളക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. ബസ് പൂർണ്ണമായും കത്തുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ്. അവർ ഈ തീപിടുത്തം അതിന്റെ സൂചന വന്ന പശ്ചാത്തലത്തിൽ തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെതിരെ തുറന്നടിച്ച് DCC പ്രസിഡന്റ് CP മാത്യു. ഡീൻ മൂക്കാതെ പഴുത്ത നേതാവെന്നും MPയെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്നും വിമർശനം. MP എന്നാൽ മെമ്പർ ഓഫ് പഞ്ചായത്ത് ആകരുതെന്നും CP മാത്യു പറഞ്ഞു. ഒരുപാട് മൂക്കാതെ പഴുത്തുപോയതിൻ്റെ കുഴപ്പമാണ് MP അങ്ങനെ പറയേണ്ടി വന്നത്. MP കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളൊന്നുമില്ല. ഇടുക്കിയിലെ MP ആണ്. MP യുടെ പണി നോക്കിയാൽ മതി. സംഘടനാപരമായി DCC പ്രസിഡന്റുകളിൽ
ചെയ്യാനുള്ള പണി എനിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെ എല്ലാ MP-മാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും DCC പ്രസിഡന്റിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ സഹായം ഉണ്ടായിട്ടില്ല. VD സതീശൻ അനുകൂല പ്രകടനം നടത്തിയവർക്കെതിരെ നടപടിയെടുത്തതിൽ ഡീൻ കുര്യാക്കോസ് പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ചേരുകയാണ്. രാഹുൽ, ഇതിപ്പോൾ ഇടുക്കിയിലെ പാർട്ടിയും, അതായത് ഇടുക്കിയിലെ കോൺഗ്രസും ഇടുക്കിയിലെ കോൺഗ്രസിന്റെ MP-യും തമ്മിലുള്ള വാഗ്വാദത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? അച്ഛനാ, ഇതൊരു പുതിയ കാര്യമല്ല. ഡീൻ കുര്യാക്കോസ് MP ആകുന്നതിന് മുമ്പും ഈ CP മാത്യു DCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും ഇവർ നേർക്കുനേർ വന്നിട്ടുള്ള സാഹചര്യങ്ങൾ പലതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം VD സതീശൻ അനുകൂല പ്രകടനം നടത്തിയ 4 പ്രവർത്തകരെ DCC നടപടിയെടുത്ത് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ പരസ്യമായിട്ട് ഡീൻ കുര്യാക്കോസ് MP രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ DCC പ്രസിഡന്റ് CP മാത്യു ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇപ്പോഴാണ് ഈ പ്രതികരണം വരുന്നത്. ഡീൻ മൂക്കാതെ പഴുത്ത നേതാവ്, MP കൊണ്ട് ഒരു ഗുണവുമില്ല എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനം ഈ CP മാത്യുവിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. PT തോമസിന്റെ അധ്വാനവും വിയർപ്പുമാണ് ഡീന്റെ MP സ്ഥാനം. MP എന്നാൽ മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്, കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിരൂക്ഷ വിമർശനമാണ്. ഇവർ തമ്മിലുള്ള ഒരു തർക്കം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു വാഗ്വാദം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും ഉണ്ടായിരിക്കുന്നെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഇതിനൊരു പ്രസക്തിയായിട്ട് പറയാനുള്ളൂ. അസിത. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. 24 എക്സ്ക്ലൂസീവ്. അടച്ചുപൂട്ടൽ ആലോചിച്ച് ISL ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ത്യൻ ഫുട്ബോളിലെ അനിശ്ചിതത്വവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുമാണ് കടുത്ത തീരുമാനമെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്നത്. ഈ മഞ്ഞക്കടലിരമ്പം ഇനി ഓർമ്മയാകുമോ? ഇന്ത്യൻ ഫുട്ബോളിലെ കേരളത്തിന്റെ വിലാസമായ കേരള ബ്ലാസ്റ്റേഴ്സിന് അകാല ചരമമോ? ISL അനിശ്ചിതത്വങ്ങളും അതുണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ബൂട്ടൂരാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്നത്. സ്പോൺസേഴ്സ് ഇല്ലാത്തതിനാൽ തട്ടിക്കൂട്ടിയാണ് 1ാം ഡിവിഷൻ ലീഗായ ISL ഇത്തവണ നടത്തുന്നത്. താരങ്ങളുടെ ഭാവിയെ ഓർത്ത് മാത്രമായിരുന്നു എല്ലാ ടീമുകളും നഷ്ടം സഹിച്ചും കളിക്കാൻ തയ്യാറായത്. എന്നിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനായില്ല. അടുത്ത സീസൺ എങ്ങനെയെന്നതിനെക്കുറിച്ചും AIFFന് ധാരണയില്ല. ഇതോടെ താരങ്ങളുടെ കരാർ പുതുക്കലടക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കോടികളുടെ നഷ്ടവും പേരെ ഇനിയും ക്ലബ്ബ് നടത്തിക്കൊണ്ടുപോകാൻ ആവില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് അടച്ചുപൂട്ടലിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചിന്തിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ചെന്നൈയിൻ FC, ഒഡീഷ FC ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളും അടച്ചുപൂട്ടൽ ആലോചനയിലാണ്. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. IPL പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ആണ് എതിരാളികൾ. 4 നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയൻസും വീണ്ടും മുഖാമുഖം. ചെപ്പോക്കിലെ ചെന്നൈക്കെതിരായ 5 വിക്കറ്റ് തോൽവിയാണ് ലക്നൌവിന്റെ പ്ലേ ഓഫ് കാണാതെയുള്ള പുറത്താകൽ ഉറപ്പിച്ചത്. പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാക്കാൻ ജീവൻ മരണ പോരിനിറങ്ങുന്ന ചെന്നൈക്ക് ജയം തുടരാനാകുമോ? അതോ ലക്നൌ പണി കൊടുക്കുമോ? ലക്നൌ ഏകാന സ്റ്റേഡിയത്തിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന്റെയും നേടാൻ ഏറെയുള്ളവന്റെയും പോരാട്ടം. സീസണിൽ ആദ്യ 3 കളിയും തോറ്റു തുടങ്ങിയ ചെന്നൈ പിന്നീടുള്ള 8-ൽ 6 ജയിച്ച് നടത്തിയത് വമ്പൻ തിരിച്ചുവരവ്. 11 കളിയിൽ 430 റൺസ് അടിച്ച മലയാളി താരം സഞ്ജു സാംസണാണ് ടീമിന്റെ ബാറ്റിംഗ് കരുത്ത്. കഴിഞ്ഞ കളിയിൽ അതിവേഗ അർദ്ധ സെഞ്ചുറിയുമായി മത്സരം തട്ടിയെടുത്ത ഉർവിൽ പട്ടേലിനെയും ലക്നൌ കരുതിയിരിക്കണം. അതേസമയം പരുക്ക് വീണ്ടും ചെന്നൈക്ക് തലവേദനയാകുന്നു. ഓൾറൗണ്ട് പ്രകടനങ്ങളോടെ ചെന്നൈയുടെ കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നായ ജാമി ഓവർട്ടന് ഇനി സീസണിൽ കളിക്കാനാവില്ല. 11-ൽ 8 കളിയും തോറ്റ ലക്നൌവിന് മാനം കാക്കാനുള്ള പോരാട്ടങ്ങളാണ് ഇനിയുള്ളത്. അമ്പയെ പരാജയമായ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് അടക്കമുള്ളവരും ബാറ്റ് കൊണ്ട് മികച്ച പ്രകടനം നടത്തി ആശ്വസിക്കാൻ നോക്കും. സ്പോർട്സ് ഡെസ്ക്, 24. UAE-യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ടെത്തി സ്വീകരിച്ച പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത്. UAE-ക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. മുഹമ്മദ് റഹീസ് ചേരുകയാണ് UAE-യിൽ നിന്നും. റഹീസ്, ദൈർഘ്യം കുറഞ്ഞ സന്ദർശനമാണെങ്കിലും ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. എന്താണ് അവിടുത്തെ വിശദാംശങ്ങൾ? അസുജ, തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമാണ്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് UAE പ്രസിഡന്റ് ഇതുപോലെ ഒരു ഹ്രസ്വ സന്ദർശനം ഇന്ത്യയിൽ നടത്തിയത്. അതും ഒരു 3 മണിക്കൂർ നീണ്ട ഒരു സന്ദർശനത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട നിരവധി കരാറുകളിൽ ഒപ്പിട്ടിരുന്നു. അതുപോലൊരു സന്ദർശനം തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും അബുദാബിയിലെത്തിയ മോദിയെ
പ്രസിഡന്റ് നേരിട്ട് പോയാണ് സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവന്നു. ശേഷം നരേന്ദ്രമോദി നടത്തിയ പ്രസംഗവും ഇപ്പോൾ വളരെ പ്രധാനമായി വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം ഇന്ത്യക്കാരെ ഈ യുദ്ധസമയത്ത് UAE ചേർത്ത് പിടിച്ചതിന് നന്ദി പറയുന്നുണ്ട്. ഒപ്പം തന്നെ തന്റെ രണ്ടാമത് വീടാണ് UAE എന്ന് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് UAE സ്വീകരിച്ച നയങ്ങളെയും നിലപാടുകളെയും ഒക്കെ ഇന്ത്യ അംഗീകരിക്കുകയാണ്. ഇന്ത്യയും നയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഘർഷം ഉണ്ടായാൽ അവിടെ ഒരു ചർച്ച, മധ്യസ്ഥത ഇതൊക്കെയാണ് ഇന്ത്യയും പ്രാധാന്യം നൽകാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് UAE നടത്തിയിരിക്കുന്നത്. അതിനെ മോദി പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. തന്ത്രപരമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ചില കീ എഗ്രിമെന്റ്സ് ഒക്കെയും സൈൻ ചെയ്തിട്ടുള്ളതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ പെട്രോളിയം റിസർവ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം പറയുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4 മണിയോടുകൂടി ഈ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കും എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ LPG വിതരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. LPG സപ്ലൈയുമായി ബന്ധപ്പെട്ട് അതിനപ്പുറം ഈ സംഘർഷം അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി ഓരോ രാജ്യങ്ങളും ആവശ്യപ്പെടാൻ പോകുന്ന LPG ആണ്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ വയനാട്ടിൽ ഒരു ഷിപ്പ് ക്ലസ്റ്റർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് MOU സൈൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് കൂടി ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് ഇനി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയം ഒക്കെ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകും എന്നുകൂടിയാണ് നിലവിൽ അറിയുന്നത്. അശ്വിത. ഓക്കെ, റഹീസ് ഹ്രസ്വ സന്ദർശനമാണെങ്കിലും പ്രധാനപ്പെട്ട ചില കരാറുകൾ എത്തിയിട്ടുണ്ട് ഇന്ത്യയും UAE തമ്മിൽ എന്നുള്ള വിവരങ്ങൾ വരുന്നു. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് UAE-യിൽ നിന്നും. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്നു മുതൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച KSRTC സൗജന്യ യാത്ര പ്രാബല്യത്തിലായില്ലെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി മഹിളാ മോർച്ച. KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തായിരുന്നു പ്രതിഷേധം. ബസ് എടുത്തില്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കില്ല. ഇനി രാത്രി ആയാലും ഇരിക്കും, നാളെ ആയാലും ഇരിക്കും. ഭാരത് മാതാ ജയ് 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 ഭാരത് മാതാ ജയ് 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 BJP ജയ് 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 BJP. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്രയെന്നായിരുന്നു UDF-ന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇന്നു മുതൽ സൗജന്യയാത്ര പ്രാബല്യത്തിൽ വരുമെന്ന പ്രഖ്യാപനം നടപ്പാക്കിയില്ലെന്നാരോപിച്ചാണ് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര. കാസർഗോഡ് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ബസ്സിൽ കയറിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തില്ല. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാനാവില്ല എന്നായിരുന്നു അധികൃതരുടെ നിലപാട്. തുടർന്ന് KSRTC സ്റ്റാൻഡിന്റെ പ്രവേശന കവാടം ഉപരോധിച്ച പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട്, കൊല്ലം, മലപ്പുറം ജില്ലകളിലും കടുത്ത പ്രതിഷേധം ഉയർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. ഫറോക്ക് സ്വദേശിയായ യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 9 വയസ്സുകാരനും ചികിത്സയിൽ തുടരുന്നു. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിരീകരിക്കുന്നത്. ഫറോക്ക് സ്വദേശിയായ 19-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന യുവാവിന് കടുത്ത പനിയും തലവേദനയും അനുഭവപ്പെട്ടതോടെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുകയായിരുന്നു. പിന്നാലെ നടത്തിയ PCR ടെസ്റ്റിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചു. യുവാവ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. രോഗ ഉറവിടം എവിടെയെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച കോട്ടൂർ സ്വദേശിയായ 9-കാരൻ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 കോഴിക്കോട്. ഗുരുതരമായ രക്താർബുദം ബാധിച്ച 30-കാരിയായ കൊല്ലം ആർച്ചൽ സ്വദേശിനി ഐശ്വര്യയ്ക്ക് അടിയന്തരമായി മജ്ജ മാറ്റിവെക്കൽ ആവശ്യമാണ്. 2 വയസ്സുകാരുടെ അമ്മയായ ഐശ്വര്യയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസ്സുള്ള പ്രേക്ഷകരുടെ സഹായവും ആവശ്യമാണ്. കണ്ണീരിന്റെ നനവുള്ള ഒരു നൊമ്പരമാണ് ഇന്ന് ഐശ്വര്യ എന്ന 27-കാരി. വിധി കാത്തുവെച്ച ക്രൂരമായ തമാശ പോലെ കഴിഞ്ഞ 7 മാസക്കാലമായി അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ അഥവാ രക്താർബുദം ഐശ്വര്യയുടെ പ്രാണനെ കാർന്നു തിന്നുകയാണ്. വാക്കുകൾക്കതീതമാണ് ആ കൊച്ചു കുടുംബത്തിന്റെ വേദന. ഒരു വശത്ത് കിടപ്പുരോഗിയായ പ്രിയ സഹോദരൻ, മറുവശത്ത്
2 വയസ്സുകാരിയായ മകൾ. തന്റെ സ്നേഹത്തണലിൽ വളരേണ്ട ആ പിഞ്ചോമനയെക്കുറിച്ചോർത്താണ് ഇന്ന് രോഗാതുരയായ ഐശ്വര്യ വേദനിക്കുന്നത്. എല്ലാവരും കൂടെ സഹായിക്കണം. എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞു ആവയുണ്ട്. അവളെ എനിക്ക് വളർത്തണം. അവൾ വളർന്നു വരുന്നൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കൊല്ലത്ത് ഏരൂരിലെ ആർച്ചലിൽ ഓട്ടോ ഡ്രൈവറായ ഉണ്ണികൃഷ്ണന്റെ ജീവിത പങ്കാളിയാണ് ഐശ്വര്യ. അഞ്ചൽ മിഷൻ ആശുപത്രിയിലും ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലും ആസ്റ്റർ മെഡിസിറ്റിയിലും ചികിത്സ തേടിയ ഐശ്വര്യ കഴിഞ്ഞ 2 മാസമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ്. അവസാന കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സ പൂർത്തിയാക്കിയ ഐശ്വര്യയ്ക്കായി ഇതുവരെ 50 ലക്ഷത്തിലധികം രൂപ ചെലവായി കഴിഞ്ഞു. സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ള കുടുംബത്തെ ബന്ധുക്കളും നാട്ടുകാരുമാണ് കൈയയച്ച് സഹായിച്ചത്. നല്ലവരായ ആളുകാരുടെ സഹായം നേടുന്നു. ഒരു 75 ലക്ഷം രൂപയോളം ചെലവാകുന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ഐശ്വര്യയുടെ ജീവിതം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് RCC പറയുന്നത്. ചികിത്സ RCCയിൽ ലഭ്യമല്ലാത്തതിനാൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയെ സമീപിച്ചിരിക്കുകയാണ്. മജ്ജ മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കുമായി 75 ലക്ഷം രൂപ ചെലവാകുമെന്നാണ് ആശുപത്രി അറിയിച്ചിട്ടുള്ളത്. ഐശ്വര്യയുടെ കുടുംബത്തിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഈ ഭീമമായ ചികിത്സാ ചെലവ്. ഐശ്വര്യയുടെ മകൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെടാതിരിക്കാൻ, ആ സഹോദരന് സഹോദരിയുടെ തണൽ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്കൊരുമിക്കേണ്ടതുണ്ട്. മരണത്തിന്റെ നിഴലിൽ നിന്നും ഐശ്വര്യയെ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് നമുക്കെത്തിക്കാം. ന്യൂസ് ഡെസ്ക് 24. നിയുക്ത MLA കെ മുരളീധരൻ തൃശൂരിലെ മുരളി മന്ദിരത്തിലെത്തി മാതാപിതാക്കളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം മാതാപിതാക്കൾ അന്തി ഉറങ്ങുന്നിടത്തെത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുക എന്നത് മാത്രമാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുരളീധരൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം ഗുരുവായൂരെത്തി തൊഴുതതിന് ശേഷമാണ് മുരളി മന്ദിരത്തിലെത്തിയത്. 1 PM ന്യൂസ് ഇതോടെ പൂർണ്ണമാകുകയാണ്.